കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു, നട തുറന്നു. അപ്പോൾ നമുക്ക് ഗുരുവായൂരപ്പനെ കാണാൻ പോണ്ടേ? എല്ലാവരും വരും കേട്ടോ. ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഭഗവാൻ ഇന്ന് ഏത് രൂപത്തിലാണ് ഭക്തരെ കാണാനായിട്ട് കാത്തിരിക്കുന്നത് അറിയില്ല. നമുക്ക് പോയി നോക്കാം. ഇന്നിപ്പോൾ ഞായറാഴ്ച രാവിലെ മുതൽ തന്നെ ഭയങ്കര തിരക്കാണ്. ധാരാളം കല്യാണങ്ങളും, ഏകദേശം 200ഓളം കല്യാണങ്ങളാണെന്നാണ് പറഞ്ഞത്. അതിൻ്റെയൊക്കെ തിരക്ക് രാവിലെ നമ്മൾ നിർമ്മാല്യത്തിൻ്റെ അതിൽ പറഞ്ഞത് തന്നെ ധാരാളം തിരക്ക്. പടിഞ്ഞാറ് നട വരെ എത്തിയിട്ട് നടയിൽ നിന്നും പുറത്തേക്ക് വന്നിരിക്കുന്ന തിരക്കൊക്കെയാണ്. എന്തായാലും ധാരാളം ഭക്തർ ഇന്ന് ഭഗവാനെ ദർശിക്കാനായിട്ട് വന്നു. എത്ര ക്യൂ നിന്നാലും ഭഗവാന്റെ ഒരു ദർശനം കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ജന്മ സാഫല്യമാണല്ലോ. എന്തായാലും നമുക്ക് തൊഴാനായിട്ട് പോവാം. ആദ്യം തന്നെ കിഴക്കേ നടയിൽ വന്ന് മഞ്ജുളാലിനെ ഒന്ന് പ്രദർശനം ചെയ്യാം. മഞ്ജുളാലിനെ പ്രദർശനം ചെയ്യുമ്പോൾ മഞ്ജുള വാരസ്യാരെ ഒന്ന് സ്മരിക്കുക. അതുപോലെ ഭഗവാന്റെ വാഹനമായ ഗരുഡനെ സ്മരിക്കുക. അതേപോലെ ഭഗവാന്റെ ചങ്ങാതിയായ കുചേലിനെ ഒന്ന് സ്മരിക്കുക. അങ്ങനെ അത് കഴിഞ്ഞാൽ നേരെ നമ്മൾ അത്തിമര ഗണപതി ക്ഷേത്രത്തിൽ വന്ന് ഗണേശനെ കണ്ട് പ്രാർത്ഥിക്കുക. സർവ്വവിഘ്നങ്ങളും മാറ്റിത്തരാനായിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുക. അതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ആ കാളിയമർദ്ദന രൂപം കണ്ട് തൊഴുത്ത് അങ്ങനെ വന്ന് ആ ഗോപുരവാതിൽ കിടന്ന് അകത്തേക്ക് വരിക. അങ്ങനെ അകത്തേക്ക് വരുമ്പോൾ വലിയ ബലിക്കല്ലും കൊടിമരും അതേപോലെ ഗജരാജൻ കേശവൻ്റെ 2 കൊമ്പുകൾ നടുക്കുള്ള ലക്ഷ്മി ദേവീനെയൊക്കെ കണ്ട് തൊഴുത് നമ്മൾ നേരെ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കുകയാണ്. ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഇന്ന് വളരെ മനോഹരമായൊരു കാഴ്ചയാണ്. നിറയെ ദീപം, ആ ദീപപ്രഭ ഇങ്ങനെ ഉണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഉണ്ണിയുടെ കാൽപാദങ്ങൾ കാണാണ്ട്, കാൽത്തളകൾ അണിഞ്ഞിട്ടുണ്ട്. പിന്നെ നോക്കുമ്പോൾ പൊന്നിൻ്റെ ഊഞ്ഞാലാണ്, ഊഞ്ഞാലിൻ്റെ മുകളിലിരിക്കുകയാണ്. ആ കാലിങ്ങനെ താഴത്തേക്ക് ആക്കിയിട്ട് ആട്ടിയിരിക്കുന്ന ആ ഒരു കാഴ്ചയാണ്. അങ്ങനെ മുകളിൽ നോക്കിയാൽ ഊഞ്ഞാൽപ്പടിയൊക്കെ നല്ല രസമായിട്ട് പൊന്നിൻ്റെ തന്നെയാണ്. അതേമാതിരി അരയിൽ അരമണി കാണാണ്ട് കിങ്ങിണി ചാർത്തിയിട്ടുണ്ട്, പട്ടുകോണ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല തടിച്ചൊരു ഉണ്ണി കേട്ടോ. അങ്ങനെ മുകളിലേക്ക് നോക്കി അരയിൽ പൊന്നോടക്കുഴൽ തിരികെ വെച്ചെണ്ണ 2 കൈ കൊണ്ടും കൂടി ഊഞ്ഞാലിൻ്റെ വള്ളി പിടിച്ചിരിക്കുന്ന കാരണേ പൊന്നോടക്കുഴൽ കയ്യിൽ പിടിക്കാൻ വയ്യ. അപ്പം അങ്ങനെ പിടിച്ചിരിക്കണം. പിന്നെ മാറത്തേക്ക് നോക്കിയാൽ ഒരു മുല്ലമൊട്ടുമാല കാണാണ്ട്, പിന്നെ ഒരു പതക്കം പോലത്തെ മാല, ഒരു വളയം പോലത്തെ മാല, അതേപോലെ തിരുനെറ്റിയിലൊരു ഗോപീതിലകം ചാർത്തിയിട്ടുണ്ട്. കാതിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്. നല്ല പുഞ്ചിരി കേട്ടോ. ഊഞ്ഞാലുമ്മിലല്ലേ ഇരിക്കണേ, പിന്നെ എന്താ ചിരിച്ചൂടെ എന്നാണ്. അങ്ങനെ നോക്കുമ്പോൾ നല്ല രസമായിട്ട് പൊന്നിൻ്റെ കിരീടം ചാർത്തിയിട്ടുണ്ട്. കിരീടത്തിൻ്റെ മുകളിൽ 2 തിരുമുടിമാല ഉണ്ട്. ഒന്ന് തെച്ചി തുളസി വെളുത്ത പൂവ്, അതേപോലെ തന്നെ ഒന്ന് വെളുത്ത പൂവും തുളസിയും കൂടി ഉള്ളത്. പിന്നെ നോക്കുമ്പോഴോ നല്ല 2 ഉണ്ടമാല. ഉണ്ടമാല എന്താ വെച്ചാൽ വെള്ള താമരയും കുറച്ച് തുളസിയും കൂടി ഉള്ളത്. അത് നല്ല വലുതായിട്ട് ഇങ്ങനെ കാണാനുണ്ട്. പിന്നെ നോക്കുമ്പോൾ ഒന്ന് തെച്ചിയും തുളസിയും കുറച്ച് വെളുത്ത പൂവും അങ്ങനെയായിട്ടുള്ളതും. എല്ലാം കൊണ്ടും വളരെ മനോഹരമായിട്ടുള്ള സന്തോഷത്തിലുള്ള ആ ഉണ്ണീനെയാണ് കാണുന്നത്. അപ്പോൾ എത്ര ഭക്തർ ക്യൂ നിന്നിട്ട് വന്നാലും വേണ്ടില്ല, ഭഗവാനെ ഒന്ന് കണ്ടാൽ അപ്പോൾ എല്ലാം സന്നിധിയിൽ അർപ്പിച്ചു എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് സോപാനപ്പടിയിൽ നിൽക്കുകയാണ്. എല്ലാവരും മനസ്സുകൊണ്ട് ആ സോപാനപ്പടിയിൽ നിന്ന് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിക്കോളൂ. ആ കാണുന്ന കാഴ്ചയാണ് ഭഗവാൻ ഇന്ന് ആ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ആ ഊഞ്ഞാലാടുന്ന പൊന്നുണ്ണിക്കണ്ണനായിട്ട്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. അത് കഴിഞ്ഞ് തൊഴുത് ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ അഗ്നികോണിലുള്ള ബലിക്കല്ലും അതേപോലെ ഭഗവാന്റെ തിടപ്പള്ളിയും അതേപോലെ ആലിലെ കണ്ണനെയൊക്കെ കണ്ട് തൊഴുത് സപ്തമാതാക്കളെയും കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ ഗണേശൻ്റെ അടുത്തേക്ക് വരിക. അവിടെയൊക്കെ നല്ല തിരക്കാണ്. അങ്ങനെ അവിടെ വന്ന് അവിടെ തൊഴുമ്പോൾ കാണാനുള്ളത് നേരെ കുറച്ചൊക്കെ കളഭം ചാർത്തിയിട്ടുണ്ട്, കിരീടം വെച്ചിട്ടുണ്ട്, അതേപോലെ പാവ് കൊണ്ട് ഉടുപ്പിച്ചിട്ടുണ്ട്, ഒരു കദളിപ്പഴം വെച്ചിട്ടുണ്ട്. പിന്നെ ധാരാളം പൂക്കളുണ്ട്, അർച്ചനപ്പൂക്കൾ. അപ്പോൾ നമുക്ക് ഗണേശനെ പ്രാർത്ഥിക്കാം. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അറയ്ക്ക് നോക്കുക. സരസ്വതി ദേവീനെ പ്രാർത്ഥിക്കാം. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അതിനുശേഷം അവിടെ നിന്ന് ഇങ്ങനെ വന്ന്
ആ കോർണറിലെത്തിയ ചെറിയ ഗണേശനെ ഒന്ന് തൊട്ട് തലോടാം. പിന്നെ മത്സ്യം, കൂർമ്മ, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ടു തൊഴുത് ഓദിക്കൻ്റെ അടുത്ത് നിന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങി വാമന രൂപവും ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപവും കണ്ടു തൊഴുത് നേരെ അനന്തശായിയായ അനന്തപത്മനാഭനെ കാണാം. അവിടെ നിന്ന് ധാരാളം പൂക്കളൊക്കെ ഉണ്ട്, മാലകളൊക്കെ ഉണ്ട്. അവിടെ നിന്ന് പ്രാർത്ഥിച്ച് പിന്നീട് ആ ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനും കണ്ടു തൊഴുത് നമ്മൾ നേരെ ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വരിക, സാഷ്ടാംഗം നമസ്കരിക്കുക. അപ്പോൾ നമ്മളവിടെ മുന്നിൽ വശത്ത് പറയാൻ കഴിയാത്തതൊക്കെ പുറകുവശത്ത് വന്ന് പറഞ്ഞാലും ഭഗവാൻ കേൾക്കും. അങ്ങനെ അത് തൊഴുത് നമസ്കരിച്ച് നിൽക്കുമ്പോൾ നേരെ മുകളിലേക്ക് നോക്കിയാൽ ഉഗ്രരൂപിയായ നരസിംഹസ്വാമിയെ കാണാം. പിന്നീട് ഭീഷ്മരുടെ ആ ശരശയ്യയിൽ കിടന്നിട്ട് സഹസ്രനാമം ചെല്ലുന്നതൊക്കെ കണ്ട് പിന്നെ വരുമ്പോൾ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങൾ ഭാർഗവരാമനും അതേപോലെ ശ്രീരാമചന്ദ്രൻ, ബലരാമൻ, ശ്രീകൃഷ്ണനൊക്കെ കണ്ട് തൊഴുത് മുരുകനെയും കണ്ട് തൊഴാം. പിന്നീട് ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരിക. ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരുമ്പോൾ ഒന്നും മാലകളൊന്നുമില്ല, കുറച്ച് കുങ്കുമം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരൂപവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹാം. അങ്ങനെ അവിടെ തൊഴുത് രാധാകൃഷ്ണ വിഗ്രഹവും കാളിയമർദ്ദൻ രൂപവും വെണ്ണക്കണ്ണനൊക്കെ കണ്ട് തൊഴുത് നേരെ നമ്മൾ ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. തൊട്ടടുത്തുള്ള കൽപ്പവൃക്ഷത്തിൻ്റെ ചുവട്ടിലുള്ള താമരക്കണ്ണനെ കണ്ട് തൊഴാം. പിന്നീട് അവിടെ നിന്ന് കിഴക്ക് വശത്തേക്കുമൊക്കെ കൊടിമരം കണ്ട് തൊഴുത് പിന്നെ നേരെ നമ്മൾ കാണുന്നത് മണിക്കിണറും ഭഗവാന്റെ നൃത്ത അറയും കിടാവൾക്കൊക്കെ കണ്ട് തൊഴാം. അതിനുശേഷം നേരെ അടുത്ത അറയിലെത്തുമ്പോൾ കുറൂരമ്മയും നാരദരെയും മേൽപ്പത്തൂരിനെയും വസുദേവരെയും ആ ഉണ്ണീനെ അനന്തൻ്റെ ആ കാഴ്വലിൽ അങ്ങനെ മഴയത്ത് ഇങ്ങനെ കൊണ്ടുപോകുന്ന ആ ഒരു കാഴ്ചയൊക്കെ കണ്ട് വടക്കേ നടയിൽ കൂടെ പുറത്ത് വന്ന് പ്രസാദ കൗണ്ടറിൻ്റെ അവിടെ നിന്ന് ചന്ദനവും തീർത്തൊക്കെ വാങ്ങി ഇടത്തരികത്ത് കാവിലെ ഭഗവതിയെ കാണാനായിട്ട് പോവാം. അങ്ങനെ അവിടെ വരുമ്പോൾ നല്ല തിരക്കാണ്, അങ്ങോട്ട് അടുക്കണമെങ്കിൽ തന്നെ നല്ല തിരക്കാണ്. എന്തായാലും നമുക്ക് അങ്ങനെ പോയി നോക്കുമ്പോൾ ഗോളിക തന്നെയാണ്. പിന്നെ ഒരു ചുവന്ന പട്ടൊക്കെ ഉടുപ്പിച്ചിട്ടുണ്ട്, പുറകുവശത്ത് പച്ചപ്പട്ടുണ്ട്, പിന്നെ ധാരാളം മാലകളുണ്ട്. ആ ശിവേലി വിഗ്രഹത്തിനൊക്കെ മാലകൾ ചാർത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അമ്മയെ കണ്ട് പ്രാർത്ഥിക്കാം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അമ്മയെ കണ്ട് തൊഴുത് വരുമ്പോൾ പിന്നീട് അങ്ങനെ വന്ന് ആ കോർണറിലെത്തിയാൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കി തിരിഞ്ഞ് നിൽക്കുക. മമ്മിയൂരപ്പനെ മനസ്സിൽ വിചാരിക്കുക. മമ്മിയൂർ പോകുന്നതായിട്ട് സങ്കല്പിച്ച് നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. അപ്പോൾ നമുക്ക് മമ്മിയൂരപ്പൻ്റെ അനുഗ്രഹം കിട്ടും. അതിനുശേഷം അവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ കൊടിമരത്തിൻ്റെ അവിടെ വന്ന് വീണ്ടും ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ഉണ്ണിയെ ഊഞ്ഞാലാടുന്ന പൊന്നുണ്ണിക്കണ്ണനെ കണ്ട് തൊഴാം. അതിനുശേഷം കൂത്തമ്പലത്തിൽ വന്ന കിടാവിളക്ക് കണ്ട് തൊഴുത് നമസ്കരിക്കാം. പിന്നീട് അയ്യപ്പസ്വാമിയുടെ അടുത്ത് വരിക, അയ്യപ്പസ്വാമിയെ കാണാം. അയ്യപ്പസ്വാമി ഇന്നും വളരെ സുന്ദരനായിട്ട് തന്നെ കേട്ടോ, പീലിയൊക്കെ വെച്ച് പഴമൊക്കെ വെച്ച് നല്ല സുന്ദരനായിട്ടാണ് ഇരിക്കുന്നത്. അലങ്കാരപ്രിയനായിട്ടാണ് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് കാണാനുള്ളത്. നിത്യേന നല്ല നല്ല അലങ്കാരങ്ങളോടെയാണ് അയ്യപ്പസ്വാമി. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്തേ സ്തുഭ്യം നമോ നമ. അവിടുന്ന് പ്രദക്ഷിണം ചെയ്ത് വന്ന് പടിഞ്ഞാറ് നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെയും കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് നേരെ പടിഞ്ഞാറ് നടയിൽ കൂടെ പുറത്ത് വന്ന് രുദ്രതീർത്ഥക്കുളത്തെ പ്രദക്ഷിണം ചെയ്യുക. പ്രദക്ഷിണം ചെയ്യുമ്പോൾ നടുക്കിലേക്ക് നോക്കിയാൽ കാളിയമർദ്ദൻ രൂപിയെ കാണാം. അതിനുശേഷം പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന ഉണ്ണിക്കണ്ണൻ്റെ വിഗ്രഹമുള്ള നാരായണാലയത്തിൽ പോയിട്ട് അത് കണ്ട് തൊഴുത് പിന്നീട് ഭഗവതി നടയിലും കിഴക്കേ നടയിലും വന്ന് തൊഴാം. പിന്നീട് നേരെ വന്ന് തെക്കേ നടയിലുള്ള കൂവളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാം. പ്രദക്ഷിണം ചെയ്യുമ്പോൾ മഹാദേവനും പാർവതി ദേവീനെയൊക്കെ മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ അവരുടെ അനുഗ്രഹം നമ്മളിലേക്ക് എത്തും. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ.
ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ ശരണം.